ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് ടിപ്സ് ആൻഡ് ടോക്സ്. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു അലോവേറ ജെല്ലിൻ്റെ വീഡിയോ ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ 2 മിനിറ്റ് കൊണ്ട് അലോവേറ ജെല്ല് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് പേര് അലോവേറ ജെല്ല് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് വിപണിയിൽ നമുക്ക് പുറത്ത് ഒരുപാട് അലോവേറ ജെല്ലിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരുപാട് കമ്പനിയിലുള്ള ഐറ്റംസ് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പതഞ്ജലിയുടെ അലോവേറ ജെല്ല് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമുക്കത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അലോവേറ ജെല്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഹെയറിനാണെങ്കിലും ഫേസിനാണെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ അലോവേറ ജെല്ല്. ചെറിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടും അതായത് നല്ലൊരു റിസൾട്ട് തരുന്ന ഒന്നാണ് ഈ അലോവേറ ജെല്ല്. ഒട്ടുമിക്ക ഫേസ് പാക്കുകളിലും ഹെയർ മാസ്കുകളിലും ഇപ്പോൾ അലോവേറ ജെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മുടി വളരുന്ന കാര്യത്തിൽ അലോവേറ ഇട്ട് അതായത് കറ്റാർ വാഴ എണ്ണ കാച്ചുന്ന വീതം അങ്ങനെ ഒരുപാട് വീഡിയോസ് നമുക്കിന്ന് കാണാൻ കിട്ടാറുണ്ട്. അപ്പോൾ അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ അലോവേറ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഈ അലോവേറ ജെല്ല് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ള വീട്ടിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അലോവേറ ജെല്ല് നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മാറാനും അതേപോലെ നമ്മുടെ മുഖത്തുള്ള കുരുക്കളും കറുത്ത പാടുകളും മാറാനും നമ്മുടെ സ്കിന്ന് നല്ല ഡ്രൈ ആണെങ്കിൽ അതൊന്ന് മോയ്സ്ചറൈസ്ഡ് ആക്കിയിട്ട് നല്ല സോഫ്റ്റും സ്മൂത്തും നല്ല ക്ലിയർ ആക്കാനൊക്കെ ഇത് സഹായിക്കും. പിന്നെ ഹെയറിൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, മുടി സ്ട്രെയിറ്റൺ ആക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. മുടി നല്ല ചകിരി പോലെയായിട്ടുള്ള നല്ല ഡ്രൈ ഫ്രിസി ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ മുടി നല്ല സിൽക്കി സോഫ്റ്റ് ആകാനായിട്ടൊക്കെ ഈ ഒരു അലോവേറ ജെല്ല് മാത്രം മതി. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ മുൾഭാഗം, ഈ പച്ചയുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് ആ ഉള്ളിലുള്ള ജെല്ല് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പച്ചയോടുകൂടി എടുക്കാം, അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നമൊന്നുമില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ജെൽ ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഉള്ളിലെ മാത്രം എടുക്കുന്നത്. പകരം നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടുണ്ടെങ്കിലും നല്ലതാണ്. അത് നമ്മുടെ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ള കളർ ആ ഒരു ജെൽ ഫോമിലാണ് ഇത് കിട്ടുന്നത്. പിന്നെ ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് എന്താ പറയുക അധികം നാളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. മാക്സിമം 2 ആഴ്ച വരെയൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഈ അലോവേറ ജെല്ലിൻ്റെ ഉണ്ടാക്കാനുള്ള ഒരു അലോവേറ നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി അത്ര അനുസരിച്ച് നമുക്ക് കൂടുതൽ എടുക്കണം. അലോവേറ നമുക്ക് കുറച്ച് കൂടുതൽ എടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾ അത്രയും യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അപ്പോൾ ഞാൻ അത്രയും അധികം യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്കിത് അരിഞ്ഞിട്ട് ഇതേപോലെ എല്ലാം അരിഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിൽ നന്നായിട്ടത് ഒന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഫോമിലാണ് ഇത് കിട്ടുന്നത്. ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, നമുക്ക് വേണമെങ്കിൽ എസെൻഷ്യൽ ഓയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് കൊടുക്കും. അതിൽ എസെൻഷ്യൽ ഓയിൽസിൽ പ്രത്യേകിച്ച് ലെമണിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ആണെങ്കിലും അതിൽ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും വളരെയധികം നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എസെൻഷ്യൽ ഓയിൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു 3, 4, 5 ഡ്രോപ്സ് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. അതില്ലെങ്കിൽ വേണ്ട. പകരം നിങ്ങൾക്ക് ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വാങ്ങാൻ കിട്ടും. 10 25-27 രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അലോവേറയുടെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് 1, 2 ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് അതിൽ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നതാണ്. വൈറ്റമിൻ ഇ നല്ലൊരു പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് ഇത്തിരി ലോങ് ലാസ്റ്റിംഗ് ഇരിക്കും. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 2 ആഴ്ച വരെയൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഈ വൈറ്റമിൻ ഇയും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും വളരെയധികം നല്ലതാണ്. മുഖത്തെ കറുത്ത പാടുകൾ മാറാനും അതുപോലെ കുരുക്കളൊക്കെ വരുന്നത് തടയാനും ഇത് സഹായിക്കും. ഹെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുടി നന്നായിട്ട് തഴച്ച് വളരാനും അതുപോലെ മുടി കൊഴിച്ചിൽ നിൽക്കാനൊക്കെ ഈ വൈറ്റമിൻ ഇ സഹായിക്കുന്നതാണ്. വൈറ്റമിൻ ഇയും ഒരുപാട് ഫേസ് പാക്കുകളിലും ഹെയർ മാസ്കുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഇ ആണ് ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ ഒന്ന് തണുപ്പിക്കാം. തണുപ്പിച്ചതിന് ശേഷം നമുക്ക് പുറത്തെടുക്കും. അപ്പോൾ നമുക്ക് ഒരു ജെല്ല് ടൈപ്പായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് നിങ്ങളിനി സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ് ആയിട്ട് തന്നെ ആ ഒരു ജെല്ല് കിട്ടും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തതാണ്. ഇപ്പോൾ ഇതൊരു ജെൽ ടൈപ്പിൽ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ അലോവേറ ജെൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യാനുസരണം നമ്മുടെ ഹെയറിലാണെങ്കിലും ഫേസിലൊക്കെ ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.